26 വർഷം നീണ്ട കാത്തിരിപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ വേദിയിൽ വീണ്ടും ഒരിക്കൽ വിജയഗാഥ എഴുതാൻ കാത്തിരുന്ന ഒരു ജനത. പല തലമുറകൾ കടന്നുപോയി, പല ഇതിഹാസങ്ങൾ വന്നു. പക്ഷേ ലോകകപ്പ് മാത്രം അർജന്റീനയിൽ നിന്ന് അകന്നു നിന്നു. അതേസമയം ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്ന വിശേഷണം നേടിയ ഒരാൾ തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നത്തിനായി പോരാടുകയായിരുന്നു. ഫുട്ബോൾ. അർജന്റീനയിൽ അതൊരു കളിയല്ല, അതൊരു മതമാണ്, ഒരു വികാരമാണ്. ഓരോ തെരുവിലും, ഓരോ വീടുകളിലും, ഓരോ കുട്ടിയുടെ സ്വപ്നങ്ങളിലും ഫുട്ബോൾ ജീവിക്കുന്നു. 1930 നടന്ന ആദ്യ ലോകകപ്പിൽ തന്നെ അർജന്റീന ഫൈനലിലെത്തി. പക്ഷേ കിരീടം നേടാൻ കഴിഞ്ഞില്ല. അതോടെ ആരംഭിച്ചു ഒരു ദീർഘയാത്ര. 1986 മെക്സിക്കോ. ലോകം ഒരു അത്ഭുതം കണ്ട വർഷം. മറഡോണ എന്ന ഇതിഹാസം അർജന്റീനയെ ലോകകപ്പ് ജേതാക്കളാക്കി. ഇംഗ്ലണ്ടിനെതിരായ ഹാൻഡ് ഓഫ് ഗോഡ് ഗോളും 5 താരങ്ങളെ മറികടന്ന് നേടിയ ഗോൾ ഓഫ് ദ സെഞ്ചുറിയും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളായി മാറി. മറഡോണ ട്രോഫി ഉയർത്തിയപ്പോൾ ഒരു രാജ്യം ആനന്ദ കണ്ണീർ പൊഴിച്ചു. പക്ഷേ വിജയത്തിന്റെ ആ ആഘോഷം അധികകാലം നീണ്ടില്ല. 1990 ഫൈനലിൽ തോൽവി. 1994, 98, 2002 ഓരോ ലോകകപ്പും പുതിയ നിരാശകൾ സമ്മാനിച്ചു. ലോകകപ്പ് വീണ്ടും അർജന്റീനയുടെ കൈകളിലെത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ആ ദിവസം വരാനുണ്ടായിരുന്നു. 1987 ജൂൺ 24 അർജന്റീനയിലെ റൊസാരിയോ നഗരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. വളർച്ചാ ഹോർമോൺ കുറവ് കാരണം പലരും അവനെ ഒരു സാധാരണ കുട്ടിയായി മാത്രമാണ് കണ്ടത്. പക്ഷേ അവന്റെ കണ്ണുകളിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഫുട്ബോളിനോടുള്ള അതിരുകളില്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. ആ കുട്ടി പിന്നീട് ലോകം കണ്ട ഏറ്റവും മികച്ച കളിക്കാരനായി വളർന്നു. ലയണൽ മെസ്സി. ബാഴ്സലോണയിൽ മെസ്സി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഗോൾഡൻ ബോൾ അവാർഡുകൾ, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡുകൾ. ലോകം അവനെ രാജാവായി വാഴ്ത്തി. പക്ഷേ ഒരു ചോദ്യം മാത്രം ബാക്കിയായിരുന്നു: രാജ്യത്തിനായി ലോകകപ്പ് നേടുമോ? 2014 ലോകകപ്പ് ഫൈനലിൽ ജർമ്മനിയോട് തോൽവി. ലോകകപ്പ് ട്രോഫിയിൽ നോക്കി നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ചിത്രങ്ങളിൽ ഒന്നായി മാറി. പിന്നീട് 2015 കോപ്പ അമേരിക്ക, 2016 കോപ്പ അമേരിക്ക. വീണ്ടും തോൽവികൾ, വിമർശനങ്ങൾ. ഒടുവിൽ മെസ്സി ദേശീയ ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആരാധകരുടെ ഹൃദയം തകർന്നു. വെറും ഒരേയൊരു ഗോൾ ഒരു രാജ്യത്തിന്റെ സ്വപ്നം തകർന്നു. മറക്കാനാവാത്ത ഒരു രാത്രി. മെസ്സി ലോകകപ്പിനോട് ഇത്ര അടുത്തെത്തിയിരുന്നു. പക്ഷേ വിധി വീണ്ടും അർജന്റീനയെ കരയിച്ചു. ബ്യൂണസ് ഐറസിലെ തെരുവുകളിൽ കണ്ണീർ മാത്രം ബാക്കി. പക്ഷേ മഹാന്മാർ എളുപ്പത്തിൽ കീഴടങ്ങില്ലല്ലോ. മെസ്സി തിരികെ വന്നു. 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ തോൽപ്പിച്ചു. തൻ്റെ ആദ്യ വലിയ അന്താരാഷ്ട്ര കിരീടം സ്വന്തമാക്കി. അതായിരുന്നു ചരിത്രത്തിലെ പുതിയ അധ്യായം. വർഷങ്ങളോളം പരാജയങ്ങൾ മാത്രം കണ്ട മെസ്സി 2021 വീണ്ടും എഴുന്നേറ്റു. ബ്രസീലിന്റെ മണ്ണിൽ ബ്രസീലിനെ തോൽപ്പിച്ച് ഒടുവിൽ തൻ്റെ ആദ്യ വലിയ അന്താരാഷ്ട്ര കിരീടം സ്വന്തമാക്കി. ഇതൊരു ട്രോഫി മാത്രമായിരുന്നില്ല, ഇതൊരു തിരിച്ചുവരവിന്റെ തുടക്കമായിരുന്നു. ലോകകപ്പിലേക്കുള്ള യാത്രയുടെ ആദ്യ ചുവടായിരുന്നു. 2022 വേൾഡ് കപ്പ് ആദ്യ മത്സരം. സൗദി അറേബ്യക്കെതിരെ അപ്രതീക്ഷിത തോൽവി. ലോകം അർജന്റീനയെ എഴുതിത്തള്ളി. പക്ഷേ അവർ വിശ്വസിച്ചു. മെക്സിക്കോയെ തോൽപ്പിച്ചു, പോളണ്ടിനെ തോൽപ്പിച്ചു, ഓസ്ട്രേലിയ, നെതർലാൻഡ്, ക്രൊയേഷ്യ. ഓരോ മത്സരവും അവരുടെ സ്വപ്നത്തെ അടുത്തെത്തിച്ചു. 2022 ഡിസംബർ 18 ലോകകപ്പ് ഫൈനൽ. അർജന്റീനയും ഫ്രാൻസും. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫൈനലുകളിലൊന്ന്. മെസ്സി 2 ഗോളുകൾ നേടി. എംബാപ്പെ ഹാട്രിക് നേടി. 120 മിനിറ്റിന് ശേഷം സ്കോർ 3-3. ലോകം ശ്വാസം പിടിച്ചു നിന്നു. പെനാൽറ്റി ഷൂട്ട് ഔട്ട്. അവസാന വിസിൽ. അർജന്റീന ലോക ചാമ്പ്യന്മാർ. മെസ്സി ലോകകപ്പ് ഉയർത്തി. 36 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചു. ഈ കഥ ഫുട്ബോളിനെ കുറിച്ച് മാത്രമല്ല, പരാജയങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാതിരുന്ന ഒരു മനുഷ്യന്റെ കഥയാണ്. സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാത്ത ഒരു രാജ്യത്തിന്റെ കഥയാണ്. കണ്ണീരിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഒരു അത്ഭുത യാത്രയാണ്. ലോകം അവനെ മികച്ച കളിക്കാരനെന്ന് വിളിച്ചു. എന്നാൽ 2022 മെസ്സി ഒരു ലോകകപ്പ് ജേതാവായി, ഒരു ഇതിഹാസമായി, ഒരു ചരിത്രമായി മാറി. Lionel Messi has shaken hands with paradise. The little boy from Rosario, Santa Fe has just pitched up in heaven.
the greatest of all time. 2022 ചരിത്രം പൂർത്തിയായി. പക്ഷേ അർജന്റീനയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. 2026 ലോകകപ്പ് ആരംഭിച്ചിരിക്കുന്നു. വീണ്ടും നീലയും വെള്ളയും നിറമുള്ള ഒരു രാജ്യം സ്വപ്നം കാണുന്നു. വീണ്ടും കോടിക്കണക്കിന് ഹൃദയങ്ങൾ ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്: അർജന്റീനയ്ക്ക് വീണ്ടും ലോകത്തെ കീഴടക്കാനാകുമോ? ചരിത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് പുതിയ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കും. ഇനി ലോകം കാത്തിരിക്കുന്നത് അർജന്റീനയുടെ അടുത്ത അത്ഭുതത്തിനായി.